തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDF കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കില്ലെന്ന് CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ്. പാർട്ടിയുമായി ആലോചിക്കാതെ തീരുമാനമെടുക്കാൻ കഴിയില്ല. UDF നേതൃത്വം അക്കാര്യം പാർട്ടിയുമായി ചർച്ച ചെയ്തിട്ടുമില്ല. ഭാവിയിൽ അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയാൻ കഴിയില്ലെന്നും വി ജോയ് പറഞ്ഞു. ഇത്രയധികം മോശപ്പെട്ടൊരു പ്രവർത്തനം നഗരസഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. കാപ്പ കേസിലെ പ്രതി കൗൺസിലറായി തുടരുകയാണ്. അതുമായി ബന്ധപ്പെട്ട് തന്നെ കഴിഞ്ഞ ഒരു മാസമായി LDF നിരന്തരമായ സമരത്തിൽ നിൽക്കുകയാണ്. ഒരു ദിവസം പോലും UDF അതിനെതിരായിട്ടൊരു സമരരംഗത്തേക്ക് വന്നില്ല. ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ അവിശ്വാസം കൊടുക്കുകയാണ്. ഞങ്ങൾക്കതിനെ സംബന്ധിച്ച് യാതൊരു ധാരണയുമില്ല. UDF അവിശ്വാസം കൊടുക്കുന്നത് കൊണ്ട് LDF പിന്തുണയ്ക്കണം എന്നതിനെ സംബന്ധിച്ച് അതൊരു നയപരമായ പ്രശ്നമാണ്. ആ നയപരമായ പ്രശ്നങ്ങളിൽ അങ്ങനൊരു തീരുമാനം ഇപ്പോൾ എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനെ സംബന്ധിച്ചൊരു തീരുമാനം പറയണമെങ്കിൽ ഞങ്ങളുടെ സംസ്ഥാന ലെവലിലുള്ള കമ്മിറ്റികൾ യോഗം ചേരണം. അങ്ങനെ യോഗം ചേർന്നതിന് ശേഷം മാത്രമേ അതിനെ സംബന്ധിച്ച് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ അതിനെ സംബന്ധിച്ചൊരു തീരുമാനം പറയാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ഞങ്ങളോടത് പറഞ്ഞിട്ടില്ല, ഞങ്ങളോട് ആലോചിച്ചിട്ടില്ല. അപ്പോൾ അത് നമുക്കിപ്പോൾ പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. എന്നാൽ ഭാവിയിൽ അങ്ങനെ ആകില്ല. പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷാ മൂല്യനിർണ്ണയത്തിൽ വൻ ക്രമക്കേടെന്ന പരാതി. അഡീഷണൽ സെക്രട്ടറിക്ക് തത്തുല്യമായ ചീഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ പരീക്ഷയിലാണ് ക്രമക്കേട് ആരോപണം ഉയരുന്നത്. പരീക്ഷ എഴുതിയ പലരുടെയും 10 ഉത്തരങ്ങൾ പരിശോധിച്ചില്ല. ഉത്തരക്കടലാസിന്റെ പകർപ്പ് പരിശോധനയിലാണ് മാർക്ക് നൽകിയിട്ടില്ല എന്ന് കണ്ടെത്തിയത്. പിഴവ് തിരുത്താതെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച് 3 ആഴ്ചയ്ക്കുള്ളിൽ നിയമന ശുപാർശ നൽകിയെന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. 1ാം റാങ്ക് നേടിയത് ഇടത് അനുകൂല സംഘടനയിലെ അംഗത്തിനാണ്. തുടർന്നാണ് ഉദ്യോഗാർത്ഥികൾ കോടതിയെ സമീപിച്ചത്. 3 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാൻ ആവശ്യപ്പെട്ട് PSCക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. മദ്യനികുതി കുറയ്ക്കാനുള്ള നീക്കത്തെ എതിർക്കുന്നുവെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഈ വിഷയത്തിൽ അന്നും ഇന്നും ഒരേ നിലപാടാണെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങളുടെ പൊതുവികാരം മനസ്സിലാക്കിയാണ് പെരുമാറുന്നതെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. വൈദ്യുതി മുടക്കം ഒഴിവാക്കാൻ ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങാനുള്ള KSEBയുടെ അപേക്ഷ നാളെ പരിഗണിക്കും. നിർണായക റെഗുലേറ്ററി സിറ്റിംഗ് നാളെ നടക്കും. സംസ്ഥാനത്ത് ഇന്നലെയും വ്യാപക വൈദ്യുതി മുടക്കമുണ്ടായി. ഈ മാസം 30 വരെ വൈദ്യുതി നിയന്ത്രണം തുടരുമെന്നാണ് KSEB അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അപേക്ഷ പരിഗണിച്ചപ്പോൾ KSEBയെ കമ്മീഷൻ കുറ്റപ്പെടുത്തിയിരുന്നു. വൈദ്യുതി പ്രതിസന്ധി നേരിടാൻ KSEB സ്വീകരിക്കുന്ന നടപടികൾ ശരിയാകുന്നില്ല എന്നതായിരുന്നു റെഗുലേറ്ററി കമ്മീഷന്റെ വിമർശനം. തുടർന്ന് KSEBയോട് കൂടുതൽ വിവരങ്ങൾ ഹാജരാക്കാൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും അപേക്ഷ പരിഗണിക്കുന്നത്. തൃശൂർ എടത്തിരുത്തിയിൽ പ്രവാസിയുടെ വീട്ടിൽ നിന്നും വിലപിടിപ്പുള്ള അലങ്കാര ചെടികൾ മോഷണം പോയി. എടത്തിരുത്തി സ്വദേശി പോളിന്റെ വീട്ടിൽ ഗേറ്റിൽ വെച്ചിരുന്ന വിലപിടിപ്പുള്ള അലങ്കാര ചെടികളാണ് കാറിലെത്തിയ സംഘം മോഷ്ടിച്ചത്. പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. പോളും കുടുംബവും വിദേശത്താണ്. ഏകദേശം 40,000 രൂപ വില വരുന്ന അലങ്കാര ചെടിയാണ് മോഷണം പോയിട്ടുള്ളത്. സംഭവത്തിൽ കയ്പമംഗലം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന്.